ദേശീയപാത 6 വരിയാക്കുന്ന പ്രവൃത്തിയുടെ ഭാഗമായി കൂരിയാട് പാടത്ത് തോട്ടിലെ നീരൊഴുക്ക് തടസ്സപ്പെടുത്തുന്ന രീതിയിൽ നിക്ഷേപിച്ച മൺതിട്ടകൾ കാലവർഷത്തിനു മുമ്പായി നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് വേങ്ങര ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി കൈതത്തോട് വേങ്ങരത്തോട് എന്നിവയുടെ സ്വാഭാവിക ഒഴുക്ക് തടസ്സപ്പെടുത്തുന്ന രീതിയിൽ റോഡിന് ഇരുവശത്തും വലിയ തോതിൽ മണ്ണ് കൂട്ടിയിട്ടിരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് പഞ്ചായത്ത് അധികൃതർ സ്ഥലം സന്ദർശിച്ചത്. കണ്ണമംഗലം പഞ്ചായത്തിലെ ചേറേക്കാട്ട് മലയിൽ നിന്ന് തുടങ്ങി ചേറൂർ കുറ്റൂർ പാടശേഖരങ്ങളിലൂടെ ഒഴുകി പനമ്പുഴക്കടവിൽ വെച്ച് കടലുണ്ടിപ്പുഴയിൽ ചേരുന്നതാണ് വേങ്ങരത്തോട്. കുറ്റൂർ പാടശേഖരത്തിൽ നിന്നുള്ള കൈതത്തോടും ദേശീയപാതക്ക് അടിയിലൂടെയാണ് പുഴയിലേക്ക് ഒഴുകുന്നത്. കൊളപ്പുറം അങ്ങാടിയിൽ നിന്നുള്ള മഴവെള്ളം പുഴയിലേക്ക് എത്തിയിരുന്നതും കുറ്റൂർ പാടം വഴിയായിരുന്നു. എന്നാൽ നിലവിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കിടയിൽ മണ്ണ് കൂട്ടിയിട്ടത് മൂലം ഈ തോടുകളുടെ ഒഴുക്ക് പൂർണ്ണമായും നിലച്ചിരിക്കുകയാണ്. കഴിഞ്ഞ വർഷത്തെ ആദ്യ മഴയിൽ തന്നെ കുറ്റൂർ പാടത്ത് വലിയ തോതിൽ വെള്ളക്കെട്ടുണ്ടാവുകയും കർഷകരുടെ വിളകൾ നശിക്കുകയും ചെയ്തിരുന്നു. ഇത്തവണ മഴയ്ക്ക് മുമ്പ് ഈ മൺതിട്ടകൾ നീക്കം ചെയ്തില്ലെങ്കിൽ പ്രളയസമാനമായ സാഹചര്യം ഉണ്ടാവുകയും പാടത്തിന് സമീപത്തെ നിരവധി വീടുകൾ വെള്ളത്തിനടിയിലാവുകയും ചെയ്യുമെന്നാണ് നാട്ടുകാരുടെ പരാതി. KNRC ഉദ്യോഗസ്ഥർക്കൊപ്പം സ്ഥലം സന്ദർശിച്ച ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് NT അബ്ദുൽ നാസർ അടിയന്തരമായി മണ്ണ് നീക്കം ചെയ്ത് തോടുകൾ നവീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടു. ഇക്കാര്യം ഉന്നയിച്ച് ജില്ലാ കളക്ടറെ കാണുമെന്നും അദ്ദേഹം അറിയിച്ചു. വേങ്ങരയിലെ ഏറ്റവും വലിയ പാടശേഖരമാണ് കുറ്റൂർ പാടശേഖരം. അതേപോലെ വേങ്ങരയിലെ മാതാട് ഭാഗത്ത് എല്ലാ വർഷവും വെള്ളക്കെട്ട് വരാറുണ്ട്. ഇപ്പോൾ NHAൻ്റെ ഈ വർക്ക് വന്നപ്പോൾ ഇവിടെ പോകുന്ന വെള്ളം ഒഴുകിപ്പോകുന്ന മുഴുവൻ സോഴ്സുകളും അടക്കപ്പെട്ടു, മണ്ണുകൊണ്ട് മൂടപ്പെട്ടു. അത് രണ്ടാമത് തുറക്കണം എന്നാണ് ഞങ്ങളിപ്പോൾ NHA അധികൃതരോട് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ NHAൻ്റെ ഒരു എഞ്ചിനീയറോ അതിൻ്റെ കോൺട്രാക്ട് വിഭാഗത്തിന് ഒരാളും പങ്കിട്ടില്ല. അവർ അസിസ്റ്റൻസ് 2 ആളെ പറഞ്ഞയച്ചിട്ടേ ഉള്ളൂ. അതുകൊണ്ട് നമുക്കത് KNRൻ്റെ അതെ, ഇത് നാഷണൽ ഹൈവേ ആണ്, KNR ആണ് അതിൻ്റെ കോൺട്രാക്ടർ. അപ്പോൾ ഇവിടെ ഇപ്പോൾ 2 ഭാഗത്തും വെള്ളം മൂടി കെട്ടിക്കഴിഞ്ഞാലുള്ളൊരു അപകടം, വേങ്ങരത്തോട്ടുനിന്ന് വരുന്ന വെള്ളം തടഞ്ഞിട്ട് മാതാട് ഭാഗത്ത് വെള്ളം കയറിക്കഴിഞ്ഞാൽ ഏകദേശം 10-30ഓളം വീടുകളിൽ വെള്ളം കയറും. അതൊരു വലിയ പ്രശ്നമാണ്. 100ഓളം വീടുകളുണ്ട്. അതെ, ഒത്തപ്പോട് ഇതിൻ്റെ പക്കത്ത് അപ്പുറത്ത് പോയാൽ 100ഓളം വീടുകളിൽ വെള്ളം കയറും. അത് വലിയൊരു ക്രൈസിസാണ്. നമ്മളൊരു വെള്ളപ്പൊക്കം 2018 കണ്ടതാണ്. കൂരിയാട് പ്രത്യേകിച്ച് ഇവിടെ ഒരിക്കൽ ഈ ഹൈവേ അശാസ്ത്രീയമായി പണിത് പൊളിഞ്ഞു വീണ് ഏകദേശം 2-3 കാറുകൾ അകപ്പെട്ടിട്ടുണ്ടാവും. വലിയ ഒരു ഗുരുതരമായ വീഴ്ച വന്നത് എല്ലാവരും കൂടി സമരം ചെയ്തിട്ടാണ് ഇപ്പോൾ മേൽപ്പാലം വന്നത്. മേൽപ്പാലം വന്നപ്പോൾ അവർ അന്ന് വീണ മണ്ണ് മുഴുവനും ഈ തോട് ഒഴുകിപ്പോകുന്ന തോട്ടിലേക്കാണ് ഇട്ട് തോട് കംപ്ലീറ്റ് ബ്ലോക്കായി. അതുകൊണ്ട് ഇത് തുറക്കണം, തോട് റിപ്പയർ ചെയ്യണം. കൃഷിക്കാർക്ക് മാത്രമല്ല, ഈ ജീവഹാനി വരെ സംഭവിക്കുന്ന രീതിയിൽ വെള്ളപ്പൊക്കം വരികയാണ്. പിന്നെ കൃഷി കംപ്ലീറ്റ് 2 പൂല് കൃഷി നടക്കുന്നതാണ്, അത് കംപ്ലീറ്റ് ബ്ലോക്കാവും. വൈസ് പ്രസിഡന്റ് ഫാത്തിമ ചോലക്കൻ, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മുഹമ്മദ് സാദിഖ് കോടിയാട്ട്, മെമ്പർ പാക്കട മുസ്തഫ, സെക്രട്ടറി KP ലക്ഷ്മി, അസിസ്റ്റന്റ് എഞ്ചിനീയർ വിദ്യ, കൃഷി ഓഫീസർ അർച്ചന, കർഷക പ്രതിനിധികൾ, സാമൂഹിക പ്രവർത്തകർ എന്നിവരും സംഘത്തിൽ ഉണ്ടായിരുന്നു. MT ന്യൂസ് വേങ്ങര. ഹൃദയം പറയും ആധാർ ഗോൾഡ്, കൊണ്ടോട്ടി, പേരാമ്പ്ര, മഞ്ചേരി, ചെമ്മാട്.